എന്താണ് ഒരു ഡ്രൈ വൈൻഡിങ് സബ്മേഴ്സിബിൾ പമ്പ്? കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്മേഴ്സിബിൾ പമ്പിന്റെ കൂളിങ്ങിന് വേണ്ടി കൂളിംഗ് മീഡിയമായിട്ട് ഓയിലും വാട്ടറും ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഡ്രൈ വൈൻഡിങ് പമ്പിനകത്ത് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതിനകത്ത് ഒരു ചെറിയൊരു കുഞ്ഞു ചേമ്പറിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ ഓയിൽ സീൽ കൂളിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയൊരു പോർഷൻ ഓയിൽ ഉണ്ടാവും. ഡ്രൈ വൈൻഡിങ് ടൈപ്പ് ഓയിൽ കൂൾഡ് പമ്പ് പോലെ തന്നെ ആയിരിക്കും അതിന്റെ പെർഫോമൻസ്. ഇതിനകത്തും ഡബിൾ സൈഡ് ബോൾ ബെയറിംഗ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ വോൾട്ടേജിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ കറണ്ടും കുറവായിരിക്കും. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെജോറിറ്റി ആയിട്ടുള്ള സീവേജ് സബ്മേഴ്സിബിൾ എല്ലാം തന്നെ ഡ്രൈ വൈൻഡിങ് ടൈപ്പാണ് വരുന്നത്. അതായത് അതിനകത്ത് ഓയിലോ വെള്ളമോ ഒന്നും തന്നെ നമുക്ക് ഒഴിക്കേണ്ടി വരുന്നില്ല. ഏത് പമ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്താലും അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കുക. അത് വെള്ളമാണോ ഒഴിക്കേണ്ടത്, ഓയിലാണോ ഒഴിക്കേണ്ടത്, അതോ നമ്മൾ ഇതൊന്നും ഒഴിക്കേണ്ടതെന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻസ്റ്റാളേഷൻ ചെയ്യാവൂ.